ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ അടുത്തിറങ്ങിയ ഒരു നല്ല ക്രൈം ത്രില്ലർ ആശയവുമായി വന്ന് ഇപ്പോൾ ഈ TV വിൻ ആപ്പിൽ സ്ട്രീം ചെയ്യുന്ന RTI സിനിമയുടെ കഥയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിനിമയുടെ കഥ വിവരണം വേണമെങ്കിൽ ആ സിനിമയുടെ പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒട്ടും വൈകാതെ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുമ്പോൾ വിക്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മായ എന്ന പെൺകുട്ടിയെ കാണിക്കുന്നു. ഒരു ദിവസം രാത്രി മായ തന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് എന്തോ ടൈപ്പ് ചെയ്ത് വളരെയധികം ടെൻഷൻ അടിച്ച് നടന്ന സംഭവങ്ങൾ ഓർത്ത് ഭയന്ന് വിറച്ച് അച്ഛനും അമ്മയ്ക്കും വിളിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും കോൾ കണക്ട് ആവുന്നില്ല. അതോടെ മായ വളരെ വൈകാരികമായി ലാപ്ടോപ്പ് അടച്ച് തന്റെ റൂമിലെ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നു. സീൻ കട്ട് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഡോക്ടർമാരായ രാജീവും സുധയും ആശുപത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പ്രധാന വാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നു. മായയെ വിളിച്ചിട്ടും പ്രതികരണമൊന്നുമില്ലാത്തതിനാൽ അവർ നേരെ മായയുടെ റൂമിലേക്ക് പോകുന്നു. അവിടുത്തെ കാഴ്ച കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു. മായ എന്ന് ഉറക്കെ നിലവിളിച്ച് അവർ സ്തംഭിച്ചു പോകുന്നു. കാരണം അപ്പോഴേക്കും മായ ഫാനിൽ തൂങ്ങി മരിച്ചിരുന്നു. അവളുടെ ശവം അവിടെ കിടന്ന് ആടുകയായിരുന്നു. മായയുടെ ശരീരം കണ്ട രാജീവും സുധയും നെഞ്ചുപൊട്ടി കരയുന്നു. പിന്നീട് ഈ വിവരം പോലീസ് അറിഞ്ഞ് ഫോറൻസിക് ടീം അവിടെ എത്തി തെളിവുകൾ ശേഖരിച്ച് മായയുടെ മൃതദേഹം കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ മായയുടെ മാതാപിതാക്കൾ അവളുടെ കൈവിരലുകളിലെ നഖങ്ങളുടെ നിറം മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ച് ഞെട്ടുന്നു. മറുവശത്ത് എല്ലാ TV ചാനലുകളും വിക്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മായ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തകൾ വരുന്നു. മായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ആ റിപ്പോർട്ടിൽ വിശ്വാസമില്ലാത്ത മായയുടെ മാതാപിതാക്കൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. അതോടെ മായയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. എന്നാൽ ഇത്തവണയും അതേ റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. ഇതോടെ മകളുടെ മരണത്തിൽ സംശയങ്ങളുണ്ടെന്നും മായ പഠിച്ചിരുന്ന വിക്ടർ സ്കൂൾ ചെയർമാനായ വിക്ടർ ഉദയ് റായ് ആണ് മായയുടെ മരണത്തിന് പിന്നിലെന്നും ആരോപിച്ച് മാതാപിതാക്കൾ കോടതിയിൽ മറ്റൊരു കേസ് ഫയൽ ചെയ്യുന്നു. അതോടെ ഈ കേസ് നഗരത്തിൽ വളരെയധികം ചർച്ചാ വിഷയമാവുന്നു. സീൻ കട്ട് ചെയ്ത് 2 വർഷങ്ങൾ കടന്നു പോകുന്നു. എന്നിട്ട് മായയുടെ കേസിൽ നീതി ലഭിക്കാതെ മായയുടെ മാതാപിതാക്കൾ ഒരു വക്കീൽ മുഖേന നീതിക്കായി പോരാടിക്കൊണ്ട് കോടതിയിൽ വരുന്നു. സത്യത്തിൽ മായയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ തെളിവുകളൊന്നും കണ്ടെത്താൻ ശ്രമിക്കാതെ സമയം കളയുകയായിരുന്നു. ഇതെല്ലാം കണ്ട ജഡ്ജി മായയുടെ മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാക്കി ഒരു ദിവസം അവർക്കൊരു കടലാസിൽ RTI എന്ന് എഴുതി നൽകുന്നു. ആ കടലാസ് വാങ്ങിയ മായയുടെ മാതാപിതാക്കൾ RTI എന്നാൽ വിവരാവകാശ നിയമം അല്ലേ എന്ന് ആലോചിക്കുന്നു. ജഡ്ജി എന്തിനാണ് തങ്ങൾക്ക് ഇങ്ങനെ എഴുതിയതെന്നും അവർ ചിന്തിക്കുന്നു. അടുത്ത സീനിൽ RTI എന്ന ബോർഡുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രാമമൂർത്തിയെയും മകൾ താരയെയും കാണുന്നു. ഇവിടെയാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. താരയും രാമമൂർത്തിയും പ്രശസ്തരായ വക്കീലന്മാരാണ്. രാമമൂർത്തി തനിക്ക് 2 രൂപ കുറച്ച് റീഫണ്ട് ചെയ്തതിന് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെതിരെ കേസ് കൊടുക്കുന്നു. ആ കേസ് മകൾ താരയാണ് ഏറ്റെടുക്കുന്നത്. എന്താണ് ആ കേസ് എന്നാൽ, രാമമൂർത്തി ഹൈദരാബാദിൽ നിന്ന് ഡൽഹിക്ക് പോകാൻ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നതുകൊണ്ട് ടിക്കറ്റും റദ്ദാക്കുന്നു. ടിക്കറ്റിന് നൽകിയ പണത്തിൽ നിന്ന് സർവീസ് ടാക്സ് കുറച്ച ശേഷം റീഫണ്ട് ചെയ്യേണ്ട തുകയിൽ 2 രൂപ കുറച്ചാണ് റീഫണ്ട് ചെയ്തതെന്ന് ആരോപിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ അതെല്ലാം കേട്ട ജഡ്ജി രാമമൂർത്തിയോട് ചോദിക്കുന്നു, 2 രൂപയ്ക്ക് വേണ്ടിയാണോ കേസ് കൊടുക്കുന്നത്? എന്തായാലും 2 രൂപ കൊണ്ട് എന്ത് വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് സർ? അതിന് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന്റെ വക്കീൽ പറയുന്നു, ഇവർ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രശസ്തനാകാനും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്. 2 രൂപയ്ക്ക് വേണ്ടി കോടതിയുടെ സമയം പാഴാക്കിയതിന് ഇവർക്ക് 2 പേർക്കും ശക്തമായ താക്കീത് നൽകണം. അതെല്ലാം കേട്ട് താര ആ 2 രൂപ റീഫണ്ട് ചെയ്ത ടാക്സിൽ കുറഞ്ഞതാണെന്ന് പറയുന്നു. അതിന് ജഡ്ജി, നിങ്ങളുടെ 2 രൂപ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം എന്ന് പറയുന്നു. അതിന് താര ജഡ്ജിയോട്, ആ 2 രൂപയ്ക്ക് വേണ്ടി എന്തിനാണ് ഇത്ര വലിയ യുദ്ധം എന്ന് ചോദിച്ചില്ലേ? എന്താണെന്നാൽ ഹർജിക്കാരനായ രാമമൂർത്തി ടിക്കറ്റ് റദ്ദാക്കിയപ്പോൾ, അതായത് ജൂൺ 11 മുതൽ ജൂലൈ 1 വരെ മൊത്തം 3 ലക്ഷം പേർ ടിക്കറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും സർവീസ് ടാക്സ് ആയി 35 രൂപ വീതം കുറച്ചിട്ടുണ്ട്. അതായത് 3 ലക്ഷം പേർക്ക് കുറഞ്ഞത് ആകെ തുക 243 ലക്ഷം രൂപയാണ് ജഡ്ജി സാർ. ഒരു സാധാരണക്കാരന് ആ പണം സമ്പാദിക്കണമെങ്കിൽ എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ ചെലവഴിക്കേണ്ടി വരുമെന്നും ദിവസം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരുമെന്നും അറിയാമോ ജഡ്ജി സാർ? ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് പണത്തിനു വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല. ജനങ്ങൾക്ക് RTIയുടെ ശക്തി എന്താണെന്ന് അറിയണം. 2 രൂപ മുതൽ 2 ലക്ഷം വരെ ആർക്ക് അവകാശപ്പെട്ട പണമാണോ അത് അവർക്ക് ലഭിക്കണം. സർക്കാരിന് വേണ്ടി ജനങ്ങൾ ജോലി ചെയ്യുകയല്ല, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ജോലി ചെയ്യണം. എന്റെ കക്ഷി രാമമൂർത്തി വക്കീലായി ഇത്തരം നിരവധി കേസുകൾ വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന രാജീവും സുധയും ഞെട്ടുന്നു. തങ്ങളുടെ മകളുടെ കേസിൽ നീതി ലഭിക്കണമെങ്കിൽ അതിന് ഇവർ തന്നെയാണ് ശരിയെന്ന് അവർ ഉറപ്പിക്കുന്നു. സീൻ കട്ട് ചെയ്ത് അടുത്ത ദിവസം രാജീവും സുധയും രാമമൂർത്തിയുടെ വീട്ടിൽ പോയി താരയും രാമമൂർത്തിയെയും കണ്ട് തങ്ങളുടെ മകളുടെ കേസിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് മായയുടെ കേസ് വാദിക്കാൻ അഭ്യർത്ഥിക്കുന്നു. താരയും രാമമൂർത്തിയും സമ്മതിച്ച് അവരുടെ വീട്ടിൽ വന്ന് മായ മരിച്ച മുറി മുഴുവൻ പരിശോധിക്കുന്നു. അപ്പോൾ രാമമൂർത്തി അവരോട് ചോദിക്കുന്നു, അന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ മായ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചിരുന്നോ? അവൾക്ക് അടുത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നോ? അതിനവർ മറുപടി പറയുന്നു,
അന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നപ്പോൾ അവൾ എന്തോ പറയാൻ ശ്രമിച്ചു, പക്ഷെ പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ പോയി. അവൾക്ക് അടുത്ത സുഹൃത്തുക്കളായി ആരും ഉണ്ടായിരുന്നില്ല. ഡയറി എഴുതുന്ന ശീലവും ഇല്ലായിരുന്നു. അതെല്ലാം കേട്ട താര മായ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് തുറന്ന് ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ രാജീവ് പറയുന്നു, ബ്രൗസിംഗ് ഹിസ്റ്ററി പരിശോധിക്കുകയാണോ? അതിലൊന്നും ഉണ്ടായില്ല. മായ മരിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നറിയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് മായ മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നാണ്. മായ മരിച്ച ശേഷം അവളുടെ കൈനഖങ്ങളിൽ നീല നിറം കണ്ടപ്പോൾ ഡോക്ടർമാരായ ഞങ്ങൾക്ക് സംശയം തോന്നി. അതുകൊണ്ടാണ് ഓട്ടോപ്സി നടത്തണമെന്ന് വിചാരിച്ചത്. പക്ഷെ റിപ്പോർട്ടിൽ മായയുടെ ശരീരത്തിൽ യാതൊരു മയക്കുമരുന്നും ഇല്ലെന്നും നീല നിറത്തെക്കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ലെന്നും കണ്ടപ്പോൾ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. വീണ്ടും റീ ഓട്ടോപ്സിക്കായി കോടതിയിൽ ഹർജി നൽകി. പക്ഷേ റീ ഓട്ടോപ്സിയിലും അതേ ഫലം തന്നെയാണ് വന്നത്. കാരണം ആദ്യത്തെ ഓട്ടോപ്സി ചെയ്ത അതേ പാത്തോളജിസ്റ്റ് തന്നെയാണ് വീണ്ടും റീ ഓട്ടോപ്സിയും ചെയ്തത്. അതുമാത്രമല്ല, പോലീസ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് 3 ആഴ്ചയോളം അത് അവരുടെ കൈവശം വെച്ചു. കോടതിയിൽ ഹാജരാക്കിയപ്പോഴേക്കും മായയുടെ ലാപ്ടോപ്പിലെ ഹിസ്റ്ററി മുഴുവൻ മായ്ച്ചു കളഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതെല്ലാം കേട്ട രാമമൂർത്തി ചോദിക്കുന്നു, മായ ആത്മഹത്യ ചെയ്തത് വീട്ടിലല്ലേ? പിന്നെ സ്കൂളിന് ഈ കേസുമായി എന്ത് ബന്ധം? അതിന് രാജീവ് പറയുന്നു, ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ മനുഷ്യനുണ്ട്. അവനാണ് വിക്ടർ സ്കൂൾ ചെയർമാനായ വിക്ടർ ഉദയ് റായ്. അതെല്ലാം കേട്ട് താര പറയുന്നു, ഒരു പെൺകുട്ടി മരിച്ചിട്ട് 2 വർഷമായില്ലേ? ഈ കാലയളവിനുള്ളിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഒരു ദിവസം മതി. അങ്ങനെയുള്ളപ്പോൾ ഈ കേസിൽ അടുത്ത നടപടി എങ്ങനെ എടുക്കാൻ കഴിയും? ഒരു തെളിവ് പോലും ഇല്ലാതെ. അതിന് സുധ അവരോട് പറയുന്നു, ഒരു തെളിവുണ്ട്, അത് മായ തന്നെയാണ്. അത് കേട്ട് താരയും രാമമൂർത്തിയും ഞെട്ടുന്നു. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. മായയുടെ മാതാപിതാക്കൾ മായയുടെ മൃതദേഹം 2 വർഷമായി മോർച്ചറിയിലെ ഐസ് ബോക്സിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവരെ കൊണ്ടുപോയി മായയുടെ മൃതദേഹം കാണിച്ചപ്പോൾ മായയുടെ മൃതദേഹം കണ്ട് താരയും രാമമൂർത്തിയും ഞെട്ടിപ്പോകുന്നു. സുധ അവരോട്, ഞങ്ങളുടെ മായയുടെ കേസ് പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ, അവൾക്ക് ആത്മശാന്തിയും എന്ന് പറഞ്ഞ് വളരെ വികാരഭരിതയാവുന്നു. താരയും രാമമൂർത്തിയും വികാരഭരിതരാവുകയും കേസ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ താര മായയുടെ മാതാപിതാക്കളോട് പറയുന്നു, 2 വർഷമായി നിങ്ങൾ നിങ്ങളുടെ മകളുടെ മൃതദേഹം സൂക്ഷിക്കുന്നു എന്നതിനർത്ഥം നിങ്ങളുടെ മകളോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്നും അവൾക്ക് നീതി ലഭിക്കാൻ നിങ്ങൾ എത്രമാത്രം പോരാടുന്നുവെന്നും മനസ്സിലാകുന്നുണ്ട്. മായ വീട്ടിലാണ് മരിച്ചത്, അതുകൊണ്ട് സ്കൂളിനെ നേരിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഈ കേസിൽ അവരെ എന്തോ അലട്ടുന്നുണ്ട്, അത് അവരെ കൊണ്ട് മറ്റൊരു തെറ്റ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞ് മായയുടെ കേസ് താര ഏറ്റെടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് കോടതിയിൽ പോയി ജഡ്ജിയോട് മായയുടെ കേസ് താൻ ഏറ്റെടുക്കുന്നതായി പറയുന്നു. അതുപോലെ ഡിഫൻസ് ലോയർ ഈ കേസ് തുടങ്ങിയത് മുതൽ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ല. ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഉത്തരത്തിനായി 2 RTIകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് ഓട്ടോപ്സി ഫലത്തിൽ വിശ്വാസമില്ലാതെ റീ ഓട്ടോപ്സി ആവശ്യപ്പെട്ടപ്പോൾ, 2ാമത്തെ തവണയും ആദ്യത്തെ ഓട്ടോപ്സി ചെയ്ത അതേ പാത്തോളജിസ്റ്റ് എന്തിനു വീണ്ടും ഓട്ടോപ്സി ചെയ്തു? മായയുടെ ലാപ്ടോപ്പ് ഈ കേസിൽ പ്രാഥമിക തെളിവല്ലെങ്കിൽ എന്തിനാണ് 3 ആഴ്ചയോളം ആ ലാപ്ടോപ്പ് അവരുടെ കൈവശം വെച്ചത്? കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ആ ലാപ്ടോപ്പിലെ ഏത് ഫയലുകളാണ് ആക്സസ് ചെയ്തത്? ഇതിന് പ്രതികരണം ലഭിക്കുന്നത് വരെ ഈ കേസ് തുറന്നു വെക്കണം. അതുപോലെ ഇത്രയും നാൾ ഈ കേസിൽ സാക്ഷിയായിരുന്ന വ്യക്തിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അനുമതി ചോദിച്ചപ്പോൾ എല്ലാത്തിനും ജഡ്ജി അനുമതി നൽകുന്നു. അതോടെ താരയും രാമമൂർത്തിയും വളരെ സന്തോഷിക്കുന്നു. ഇതിനിടെ ഈ വിവരമറിഞ്ഞ വിക്ടറിന്റെ PA അവനോട് പറയുന്നു, സാർ, മായയുടെ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തത്രേ. ഇപ്പോഴാണ് എല്ലാം മറന്ന് സ്കൂൾ അഡ്മിഷനുകൾ നന്നായി വർദ്ധിച്ചു വരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ കേസ് കാരണം സ്കൂളിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ കേസ് നമുക്ക് പ്രതികൂലമായാൽ നമ്മുടെ സ്കൂളിന്റെ സൽപ്പേരിന് കോട്ടം തട്ടുകയും സ്കൂൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരികയും ചെയ്യും. അതെല്ലാം കേട്ട് വിക്ടർ ആലോചനയിലാവുന്നു. ഇവിടെയാണ് സിദ്ധു എന്ന വ്യക്തിയെ കാണിക്കുന്നത്. സിദ്ധു വളരെ ബുദ്ധിമാനാണ്, മൾട്ടി ടാലന്റഡ് ആണ്, എന്നാൽ ജോലി കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്നു. സിദ്ധുവിന് ഭാര്യയും മകളുമുണ്ട്. സിദ്ധുവും ഭാര്യയും തങ്ങളുടെ മകളെ അതേ വിക്ടർ സ്കൂളിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സിദ്ധുവിന്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് ഒരു ഐഡിയ ആലോചിച്ച് വിക്ടർ സ്കൂളിൽ വന്ന് അവിടെ അഡ്മിഷൻ നൽകുന്ന വ്യക്തിയെ കണ്ട് പറയുന്നു, നിങ്ങളുടെ സ്കൂൾ അഡ്മിഷൻ 90% നിന്ന് 65%ലേക്കായി കുറഞ്ഞു. അടുത്ത വർഷത്തോടെ ഇനിയും കുറയും. അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എന്റേതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 വിദ്യാർത്ഥികളെ ഞാൻ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ ദിവസവും 500 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ഇനി കൊണ്ടുവന്നാൽ എന്റെ മകൾക്ക് സൗജന്യമായി അഡ്മിഷൻ നൽകണം എന്ന് പറയുമ്പോൾ അവിടേക്ക് വന്ന വിക്ടർ സിദ്ധു പറഞ്ഞതെല്ലാം കേട്ട് അവന്റെ ആത്മവിശ്വാസം കണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ച് ആ ഡീലിന് സമ്മതിക്കുന്നു. പിന്നെന്താ, സിദ്ധു തന്റെ മധുരമായ വാക്കുകളാൽ 10 കുട്ടികളുടെ രക്ഷിതാക്കളെ കണ്ട് സ്കൂളിനെ കുറിച്ച് വളരെ ഉയർന്ന രീതിയിൽ പറഞ്ഞ് 10 വിദ്യാർത്ഥികളെ ആ സ്കൂളിൽ ചേർക്കുകയും അതുപോലെ തന്റെ മകൾ ദിയയ്ക്കും അതേ സ്കൂളിൽ സൗജന്യമായ അഡ്മിഷൻ വാങ്ങി ചേർക്കുകയും ചെയ്തു. അതെല്ലാം കണ്ട വിക്ടറിന് മായയുടെ കേസ് കാരണം പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുന്ന തന്റെ സ്കൂളിനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് സിദ്ധുവിലുണ്ടെന്ന് മനസ്സിലായി. സിദ്ധുവിനെ വിളിപ്പിച്ച് പറയുന്നു, നിനക്ക് മറ്റൊരു ബമ്പർ ഡീൽ തരുന്നു. അതെന്തെന്നാൽ ഫൈനൽ പരീക്ഷയിൽ ടോപ്പ് 10 റാങ്കുകൾ നമ്മുടെ സ്കൂളിന് തന്നെ വരണം.
അത് നിനക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിന് പകരമായി നിനക്ക് കാറും വീടും തരും. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ഫലം വരാൻ പോകുന്നു. നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്റെ സ്കൂളിന് ടോപ്പ് 10 റാങ്കുകൾ വരണം. അതിന് സിദ്ധു പറയുന്നു, 10 ദിവസത്തിനുള്ളിൽ ടോപ്പ് 10 റാങ്കുകൾ നമ്മുടെ സ്കൂളിന് തന്നെ വരുന്നു. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ എനിക്ക് തരേണ്ട കാറും വീടും റെഡിയാക്കിക്കോളും. ഹാക്കർമാരായ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോയി. 10ാം ക്ലാസ് ഫലം അടുത്ത 10 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്നു. അന്ന് നിങ്ങൾ TS വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വിക്ടർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തന്നെ ടോപ്പ് 10 റാങ്കുകൾ വരുന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നു. അതിനവർ അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സെർവർ ആക്സസ് ചെയ്യും. നമുക്ക് ഹാക്ക് ചെയ്യണമെങ്കിൽ സെർവർ ശക്തമായിരിക്കണം എന്ന് പറയുന്നു. അത് കേട്ട സിദ്ധു വിക്ടറിനോട് ചോദിച്ച് ശക്തമായ സെർവറുകൾ വാങ്ങി ഹാക്കർക്ക് നൽകുന്നു. അങ്ങനെ 10 ദിവസം വളരെ കഷ്ടപ്പെട്ട് ഫലം വരുന്ന ദിവസം TS വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് വിക്ടർ സ്കൂളിന്റെ തന്നെ ടോപ്പ് 10 റാങ്കുകൾ വരുന്ന രീതിയിൽ ചെയ്യുന്നു. അതോടെ വിക്ടർ വളരെ സന്തോഷിച്ച് താൻ കൊടുത്ത വാക്ക് പ്രകാരം സിദ്ധുവിന് കാറും വീടും നൽകുന്നു. അതോടെ സിദ്ധുവിന്റെ കുടുംബവും വളരെ സന്തോഷിക്കുന്നു. സീൻ കട്ട് ചെയ്ത് രാജീവ് താരയ്ക്കും രാമമൂർത്തിക്കും ഒരു ലൈവ് വീഡിയോ ലിങ്ക് അയച്ച് കാണാൻ പറയുന്നു. ആ ലിങ്ക് തുറന്നു നോക്കുമ്പോൾ വിക്ടർ സ്കൂളിൽ മീഡിയയോട് സംസാരിക്കുകയാണ്. വിക്ടർ സ്കൂളിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥിയുടെയും ഭാവി ശോഭനമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നു, ഇത്രയും നല്ല സ്കൂളിൽ പഠിച്ച മായ എന്ന പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു? അവളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ പ്രതികരിച്ചില്ലല്ലോ, എന്തുകൊണ്ട്? അതിന് വിക്ടർ പറയുന്നു, ആ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് സ്കൂളിന് പുറത്ത് നടന്ന ഒരു അപ്രതീക്ഷിത സംഭവമാണ്. കോടതി സത്യം പുറത്തു കൊണ്ടുവരും. അത് കേട്ട റിപ്പോർട്ടർ മായയുടെ വക്കീലന്മാർ RTI ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തെളിവുകൾ നശിപ്പിച്ചു എന്ന് അവർക്ക് സംശയമുണ്ട്. അതിന് നിങ്ങളുടെ മറുപടി എന്താണ് എന്ന് ചോദിക്കുന്നു. അതിന് വിക്ടർ, ഞാൻ ആർക്കും മറുപടി പറയേണ്ട ആവശ്യമില്ല, സത്യം എന്താണെന്ന് കോടതി തീരുമാനിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. റിപ്പോർട്ടർ RTI സമർപ്പിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റേ കിട്ടി? ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെ മരണം വെച്ച് കച്ചവടം ചെയ്യാൻ ലജ്ജയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട വിക്ടർ ദേഷ്യം വന്ന് ആ റിപ്പോർട്ടറെ അടിക്കാൻ പോകുന്നു. അപ്പോൾ അവന്റെ PA അവനെ തടയുന്നു. അപ്പോഴാണ് വിക്ടർ അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഉത്തരം വേണം, അത്രയല്ലേ ഉള്ളൂ, എന്നാൽ ഞാൻ പറയാം, കേട്ടോളൂ. മായ എന്ന വിദ്യാർത്ഥിനി നിരപരാധിയല്ല. ഞങ്ങളുടെ സ്കൂളിൽ ചില കർശനമായ നിയമങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സെൽഫോൺ സ്കൂളിലോ ഹോസ്റ്റലിലോ അനുവദനീയമല്ല. എന്നാൽ മായ രഹസ്യമായി ഒരു ഫോൺ ഉപയോഗിച്ചിരുന്നു. അത് മാത്രമല്ല, ഹോസ്റ്റലിലും അർദ്ധരാത്രിയിൽ മൊബൈലുമായി കൂടുതൽ നേരം ബാത്റൂമിൽ ചെലവഴിച്ചിരുന്നു എന്ന് അവളുടെ റൂംമേറ്റ്സ് ആണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അറിയാതെ ഒരുപാട് ദിവസം ഇത് തുടർന്നു. ഒരു ദിവസം മായ ബാത്റൂമിൽ ഇരുന്ന് സെൽഫോണിൽ എക്സ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചർ കൃപാകർ കണ്ടു ഞെട്ടി. ആ വിവരം പ്രിൻസിപ്പലിനോട് പറയാൻ തുനിഞ്ഞപ്പോൾ മായ അയാളോട് ഈ വിവരം ആരോടും പറഞ്ഞില്ലെങ്കിൽ തന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺ ഊരി. അത് കണ്ട് ടീച്ചർ ഞെട്ടി ഫോൺ വാങ്ങി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ മായ ഫോൺ തട്ടിപ്പറിച്ച് പൊട്ടിച്ചു. എന്നിട്ട് ഇപ്പോൾ നിങ്ങളാണ് എന്നോട് അപമര്യാദയെ പെരുമാറിയതെന്ന് എല്ലാവരോടും പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടെ ടീച്ചർ നിശബ്ദനായി അവിടെ നിന്ന് വന്നു. ഈ വിവരം കൃപാകർ പിന്നീട് എന്നോട് പറഞ്ഞു. ഈ വിഷയം ആരോടും പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇതുവരെ ആരോടും പറയാതിരുന്നത്. ഈ ഉത്തരം മതിയോ? അതെല്ലാം കണ്ട മായയുടെ മാതാപിതാക്കൾ വിക്ടർ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് വളരെ വൈകാരികമാവുന്നു. താരയും രാമമൂർത്തിയും വിഷമിക്കുന്നു. അടുത്ത സീനിൽ കോടതിയിൽ വീണ്ടും കേസ് ആരംഭിക്കുമ്പോൾ ടീച്ചർ കൃപാകർ ജഡ്ജിയോട് ഇതേ കാര്യം വീണ്ടും പറഞ്ഞ്, ആ സംഭവത്തിന് ശേഷം ഞാൻ രാജിവെച്ച് എന്റെ നാട്ടിലേക്ക് പോയി. 1 വർഷത്തിന് ശേഷം അവൾ മരിച്ചുവെന്നറിഞ്ഞ് വളരെ ദുഃഖിച്ചു. മരിച്ചുപോയ പെൺകുട്ടിയുടെ അഭിമാനം കളയരുതെന്ന ഒരേ ഒരു കാരണത്താലാണ് ഈ നടന്ന സംഭവം എവിടെയും പറയാതിരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ പെൺകുട്ടി അത്ര നിരപരാധിയല്ല എന്ന് പറയുന്നു. അതെല്ലാം കേട്ട മായയുടെ അച്ഛന് ദേഷ്യം വന്ന് അയാൾ എന്റെ മകളെ കുറിച്ച് കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞ് വളരെ വൈകാരികനാവുന്നു. ഇതെല്ലാം കേട്ട താര കൃപാകരനോട്, മായ ഫോണിൽ എക്സ്ചാറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഹോസ്റ്റലിൽ ഇന്റർനെറ്റ് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഹോസ്റ്റലിൽ ജാമറുകളുണ്ട്. പിന്നെ മായയുടെ പേരിലോ അവളുടെ മാതാപിതാക്കളുടെ പേരിലോ അവളുടെ സുഹൃത്തുക്കളുടെ പേരിലോ സിം കാർഡ് എടുത്തിട്ടില്ല. ഈ സംഭവം നടന്നത് മെയ് 25-നാണ്, അതായത് മായയുടെ മരണത്തിന് 4 ദിവസം മുമ്പ്. നിങ്ങൾ രാജിവെച്ചത് സെപ്റ്റംബറിലാണ്, എന്തിനാണ് അത്രയും സമയമെടുത്തത് എന്ന് ചോദിക്കുന്നു. അതിന് കൃപാകർ, ഈ സംഭവത്തിന് ശേഷം ഞാൻ കുറച്ച് ട്രോമയിലായിരുന്നു, അതുകൊണ്ട് വിക്ടർ സാറിനോട് നടന്നതെല്ലാം പറഞ്ഞ് രാജിവെച്ചു എന്ന് പറയും. അത് കേട്ട താര, അതേസമയത്ത് നിങ്ങളുടെ ഭാര്യ കാക്കനാടിലേക്ക് ട്രാൻസ്ഫർ ആയി, നിങ്ങൾ ജോലി രാജിവെക്കാൻ ഇതും കാരണമായിരിക്കാമല്ലോ. പക്ഷെ കൃപാകർ സാർ പറയുന്നത് കോയിൻസിഡൻസ് ആണെന്നാണ് ജഡ്ജി സാർ. ഈ കേസിൽ ഒരുപാട് കോയിൻസിഡൻസുകൾ ഉണ്ട്. പോലീസിന് മായയുടെ ഫോൺ കിട്ടിയിട്ടേ ഇല്ല. 2 വർഷമായിട്ടും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ കൃപാകർ സ്കൂളിൽ നിന്ന് പോയത് അവന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്, പക്ഷേ സൗകര്യപൂർവ്വം ഇതിനെ ബന്ധിപ്പിച്ചു. മായ ഒരു തെറ്റും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ മായയ്ക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. മായ നിരപരാധിയാണ്. ഈ കൃപാകർ എല്ലാം കള്ളം പറയുകയാണ് എന്ന് പറയുന്നു. അതെല്ലാം കേട്ട ജഡ്ജി, കോടതിക്ക് വേണ്ടത് മനസാക്ഷിയല്ല തെളിവുകളാണ് എന്ന് പറയുന്നു. അതിന് താര, ഇപ്പോൾ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, പക്ഷേ തീർച്ചയായും തെളിവുകൾ ശേഖരിച്ച് സത്യം എല്ലാവരെയും അറിയിക്കും എന്ന് പറഞ്ഞതോടെ ജഡ്ജി കേസ് മാറ്റിവെക്കുന്നു. സീൻ കട്ട് ചെയ്താൽ അതെല്ലാം കണ്ട മായയുടെ മാതാപിതാക്കൾ താരയും രാമമൂർത്തിയെയും കണ്ട്
ഇത്രയും നാൾ ഞങ്ങളുടെ മകൾ മായയുടെ മരണത്തിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ് ഇതുവരെ പോരാടി. പക്ഷേ അവരിന്ന് തെറ്റ് അവരുടെ ഭാഗത്ത് വരരുതെന്ന് കരുതി ഞങ്ങളുടെ മകളെ സ്വാഭാവികമല്ലാത്തവളായി ചിത്രീകരിക്കാൻ വായിൽ തോന്നിയ കള്ളങ്ങളെല്ലാം പറഞ്ഞ് മരിച്ച ശേഷവും ഞങ്ങളുടെ മകളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വൈകാരികനാവുന്നു. അതെല്ലാം കേട്ട രാമമൂർത്തി അവരുടെ വേദന മനസ്സിലാക്കി, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഈ കേസ് പിൻവലിച്ചാൽ എല്ലാവരും അവർ പറഞ്ഞതാണ് ശരിയെന്ന് വിചാരിക്കും. നിങ്ങളുടെ മകളുടെ മേൽ വീണ കളങ്കം സത്യമല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളുടേതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതിനിടയിൽ സിദ്ധു താൻ രക്ഷിതാക്കൾക്ക് ശുപാർശ ചെയ്ത് വിക്ടർ സ്കൂളിൽ ചേർത്ത 10 വിദ്യാർത്ഥികളിൽ മുന്ന എന്ന വിദ്യാർത്ഥി മരിച്ചുവെന്നും അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് മരിച്ചതെന്ന് റിപ്പോർട്ട് വന്നുവെന്നും അറിയുന്നു. മുന്ന അങ്ങനെയുള്ളവനല്ലെന്നും ആ സ്കൂളിൽ എന്തോ നടക്കുന്നുണ്ടെന്നും അവന് മനസ്സിലാവുന്നു. ഈ വിവരം അറിഞ്ഞ സിദ്ധു നേരെ മുന്നയുടെ മാതാപിതാക്കളെ കാണാൻ പോകുന്നു. അവർ സിദ്ധുവിനെ തല്ലി. നീ പറഞ്ഞിട്ടല്ലടാ ഞങ്ങളുടെ മുന്നേ ആ സ്കൂളിൽ ചേർത്തത്, ഇപ്പോൾ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ചു എന്ന് പറയുന്നു. എന്റെ മകൻ അങ്ങനെയുള്ളവനല്ലടാ എന്ന് പറഞ്ഞ് വളരെ വൈകാരികമാവുന്നു. അതിന് സിദ്ധു, എന്നോട് ക്ഷമിക്കണം അമ്മേ, തെറ്റ് എന്റേതാണ് എന്ന് പറഞ്ഞ് വികാരഭരിതനാവുന്നു. പിന്നീട് താൻ സ്കൂളിൽ ചേർത്ത മറ്റു 9 കുട്ടികളുടെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് പോയി. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നല്ല ഭാവിയുള്ള നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി ഒരു കൊലപാതകയുടെ സ്കൂളിൽ ചേർത്തു. അവൻ ഇതിനകം 2 പേരുടെ ജീവനെടുക്കാൻ കാരണമായെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഇനി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ വാക്ക് കേൾക്കൂ, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ രക്ഷിക്കണം എന്ന് പറയുന്നു. മറുവശത്ത് ഡോക്ടർമാരായ മായയുടെ മാതാപിതാക്കൾ ഇത്തവണ മായയുടെ ശരീരത്തിന് സ്വയം ഓട്ടോപ്സി ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാൽ മായയുടെ മുഖം കണ്ട് അത് ചെയ്യാൻ കഴിയാതെ വളരെ വികാരഭരിതനാകുന്നു. അപ്പോഴാണ് നേഹ അവരുടെ ഏറ്റവും പുതിയ ഫോറൻസിക് മുന്നേറ്റങ്ങളെ കുറിച്ച് പറഞ്ഞ് ഓട്ടോപ്സി ഇല്ലാതെയും സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ഫോറൻസിക് സയൻസിൽ ഫിസിക്കൽ ഓട്ടോപ്സി സാധ്യമല്ലാത്തപ്പോൾ ബോൺ മാരോ ഫ്ലൂയിഡ്സിന്റെ സഹായം തേടാം. വി സ്റ്റിൽ ഹാവ് ചാൻസ് എന്ന് പറയുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം നേഹ താരയ്ക്ക് ഫോൺ ചെയ്ത് കണ്ടെത്തലുകൾ വന്നുവെന്നും അതിൽ വ്യക്തമായി പ്രോവിജിലിൻ എന്ന മരുന്ന് ഉണ്ടായിരുന്നതായി അറിയുന്നുവെന്നും പറയുന്നു. മോളിക്യുലാർ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ മരുന്ന് മായയ്ക്ക് സ്ഥിരമായി ഒരു ഡോസേജ് വെച്ച് നൽകിയിരുന്നതായി അറിയുന്നു. അത് ഭക്ഷണത്തിലോ മറ്റേതെങ്കിലും വഴിയോ ആകാം. പക്ഷെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, മായയ്ക്ക് ഈ മരുന്ന് ഏതാനും മാസങ്ങളായി മനഃപൂർവ്വം നൽകിയിരുന്നതായി മനസ്സിലാകുന്നു എന്ന് പറയുന്നു. അത് കേട്ട താരയ്ക്ക് മായയുടെ ഹോസ്റ്റൽ ഭക്ഷണത്തിൽ സംശയം തോന്നുന്നു. സീൻ കട്ട് ചെയ്താൽ കോടതിയിൽ വീണ്ടും കേസ് ആരംഭിക്കുന്നു. മായയുടെ കേസ് വിക്ടറിന് വേണ്ടി ഇതുവരെ ഒരു കേസ് പോലും തോൽക്കാത്ത അരുൺ എന്ന വക്കീൽ ഏറ്റെടുക്കുന്നു. അരുൺ ജഡ്ജിയോട് 4 വർഷമായി ഹോസ്റ്റലിൽ എന്ത് ഭക്ഷണമാണ് നൽകിയതെന്ന് RTI സമർപ്പിച്ചിരിക്കുന്നു. സ്കൂളിലെ മറ്റ് 2000 വിദ്യാർത്ഥികൾക്കും ഇതേ ഭക്ഷണമാണ് നൽകിയത്. അവരെല്ലാം നന്നായിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അതിന് താര, മായ മരിക്കുന്നതിന് 1.5 വർഷം മുമ്പ് മുതൽ ഹോസ്റ്റൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിന് അരുൺ, മായ ഹോസ്റ്റൽ ഭക്ഷണം മാത്രമാണ് കഴിച്ചതെന്ന് നിങ്ങൾ ദിവസവും കണ്ടിട്ടുണ്ടോ? വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർന്നിട്ടുണ്ടാകുമെങ്കിലോ? എന്തായാലും ഒരു വലിയ സ്കൂൾ തങ്ങളുടെ വിദ്യാർത്ഥികളെ കൊന്നുവെന്ന് കുറ്റപ്പെടുത്തുന്നത് വളരെ തെറ്റാണ് എന്ന് പറയുന്നു. അതിന് താര, ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഹോസ്റ്റൽ ഭക്ഷണം കഴിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്തസാമ്പിളുകൾ വേണം എന്നാവശ്യപ്പെടുന്നു. അത് കേട്ട് അരുൺ ദേഷ്യപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ ഇതിന് എന്തിനു സമ്മതിക്കണം എന്ന് കുറച്ച് ടെൻഷനോടെ ചോദിക്കുന്നു. അതിന് താര, അവരുടെ കുട്ടികളുടെ ജീവനേക്കാൾ വലുതൊന്നുമല്ല ഇത്, അവരുടെ മാതാപിതാക്കൾ സമ്മതിക്കും എന്ന് പറഞ്ഞതോടെ അതെല്ലാം കേട്ട ജഡ്ജി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് വിദ്യാർത്ഥികളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കാൻ പറയുന്നു. മറുവശത്ത് സിദ്ധു വിക്ടർ സ്കൂളിനെതിരെയും വിക്ടറിനെതിരെയും പരാതി നൽകാൻ DEO ഓഫീസിലേക്ക് പോകുന്നു. ഈ വിവരം അറിഞ്ഞ വിക്ടർ അവിടേക്ക് വന്ന്, നീ ചേർത്ത വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ എന്റെ മേൽ തിരിഞ്ഞു നിൽക്കാതിരിക്കാൻ അവരുടെ കുട്ടികൾക്ക് സെമസ്റ്റർ പരീക്ഷയിൽ മുഴുവൻ മാർക്കും നൽകി അവരെ സന്തോഷിപ്പിച്ചു. ഇനി നീ എന്റെ മേൽ പരാതി നൽകാൻ ശ്രമിച്ചാൽ നിന്റെ അവസാനവും ഞാൻ കാണും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അടുത്ത സീനിൽ കോടതിയിൽ വീണ്ടും കേസ് ആരംഭിക്കുമ്പോൾ ജഡ്ജി രക്തസാമ്പിൾ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ സംശയാസ്പദമായ മരുന്നുകളുടെ അംശങ്ങളൊന്നുമില്ലെന്ന് കണ്ട് അതേ കാര്യം അവരോട് പറയുന്നു. അത് കേട്ട് താരയും രാമമൂർത്തിയും ഞെട്ടുന്നു. അരുൺ ജഡ്ജിയോട് ഇനിയെങ്കിലും കോടതിയുടെ സമയം പാഴാക്കാതെ ഈ കേസ് തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിന് ജഡ്ജി താരയുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്തിമ വിധി 3 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെയാണ് ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ വിക്ടറും അരുണും ചേർന്ന് ആസൂത്രിതമായി വിദ്യാർത്ഥികളുടെ രക്തസാമ്പിളുകൾ മാറ്റിയിട്ടുണ്ടാകും. സീൻ കട്ട് ചെയ്ത് താരയും രാമമൂർത്തിയും മായയുടെ കേസിൽ അടുത്ത പടി എങ്ങനെ വെക്കണമെന്ന് അറിയാതെ ആലോചനയിലാകുന്നു. അപ്പോഴാണ് മായയുടെ കേസ് വാദിക്കുകയാണെന്ന് സിദ്ധു അറിഞ്ഞത്. താരയും രാമമൂർത്തിയും കണ്ട് തനിക്ക് സംഭവിച്ചതെല്ലാം പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നത്. അതിന് താര, യഥാർത്ഥത്തിൽ മായയ്ക്കും മുന്നയ്ക്കും എന്ത് മരുന്നാണ് നൽകിയതെന്ന് അറിയില്ല, എന്ത് ഫലമുണ്ടായെന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് താരയ്ക്ക് മായ മരിക്കുന്നതിന് മുമ്പ് ഹൈദരാബാദ് സ്കൂൾ കൺഫെഷൻ പേജിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നുവെന്നും അത് ഡിലീറ്റ് ആയെന്നും മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ മായ പോസ്റ്റ് ചെയ്തത് എന്താണെന്ന് അറിഞ്ഞാൽ സത്യം അറിയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് കേട്ട സിദ്ധു തന്റെ ഹാക്കർമാരായ സുഹൃത്തുക്കൾ വഴി വളരെ കഷ്ടപ്പെട്ട് ആ പോസ്റ്റ് വീണ്ടെടുത്ത് യഥാർത്ഥത്തിൽ മായ എന്ത് പോസ്റ്റ് ചെയ്തു എന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. അടുത്ത സീനിൽ കോടതിയിൽ മായയുടെ കേസിന്റെ അവസാന ഹിയറിംഗ് ആരംഭിക്കുമ്പോൾ താര ജഡ്ജിക്ക് മായ മരിക്കുന്നതിന് മുമ്പ് കൺഫെഷൻ പേജിൽ പോസ്റ്റ് ചെയ്ത് വായിച്ചു കേൾപ്പിക്കുന്നു. അതിൽ മായ, ഞാൻ വിക്ടർ സ്കൂളിൽ പഠിക്കുന്ന
പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ ശരിയായി ഉറങ്ങിയിട്ട് 2 മാസമാവുന്നു. ഉറക്കമേ വരുന്നില്ല. എന്തോ ഭയവും വെപ്രാളവുമാണ്. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. ഇതേ കാര്യം എന്റെ മാതാപിതാക്കളോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ അവർ തിരക്കിലാണ്. ഇതെല്ലാം ദിവസവും രാത്രി 9 മണിക്ക് ഹോസ്റ്റലിൽ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കാൻ തുടങ്ങിയത് മുതലാണ് സംഭവിച്ചത്. ആ ഡ്രിങ്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധമായി നൽകുന്നു. അത് ഒരു ഗ്ലാസ് കുടിച്ചാൽ 3 മണിക്കൂർ വരെ ഉറക്കമേ വരില്ല. അതുകൊണ്ട് നിർബന്ധമായും പഠിക്കേണ്ടി വരും. തളരുന്നത് വരെ പഠിക്കണം. എന്തുകൊണ്ടോ എനിക്കെന്തോ ആ ഡ്രിങ്ക് പിടിക്കുന്നില്ല. എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നുന്നു. സ്കൂളുകാർ മാർക്കിനും റാങ്കിനും വേണ്ടി ആ ഡ്രിങ്ക് നിർബന്ധിപ്പിച്ച് കുടിക്കുന്നു. ആരോഗ്യം മോശമായാലും സ്റ്റഡി അവേഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കാൻ നിർബന്ധിക്കുന്നു. എനിക്ക് മാനസിക സമ്മർദ്ദം കൂടി. അത് താങ്ങാൻ കഴിയുന്നില്ല. ഈ അവസാന വാക്കുകൾ പറയാൻ പോലും എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെയില്ല. അമ്മേ, അച്ഛ, ഐ ലവ് യു എന്ന് എഴുതി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കേട്ട കോടതിയിലുള്ള എല്ലാവരും വളരെ വൈകാരികമാവുന്നു. ജഡ്ജി താരയോട്, ഇതാണ് സത്യമെങ്കിൽ മായയോട് സഹതാപം പ്രകടിപ്പിക്കാം, പക്ഷേ സാക്ഷ്യമായി എടുക്കാൻ കഴിയില്ല. ഒരു വ്യക്തമായ തെളിവ്, അതായത് ഹോസ്റ്റൽ ഭക്ഷണത്തിൽ മരുന്ന് ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചാൽ മായയ്ക്ക് നീതി ലഭിക്കും എന്ന് പറഞ്ഞ് കേസ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. സീൻ കട്ട് ചെയ്താൽ അതേ ദിവസം രാത്രി സിദ്ധുവും താരയും ആ സ്കൂൾ ഹോസ്റ്റലിന് സമീപം എത്തുന്നു. സിദ്ധു താരയെ പുറത്തു നിർത്തി ഹോസ്റ്റലിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന കൃപാകരോട് കുറച്ചു നേരം സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ കൃപാകരന് വിക്ടർ സിദ്ധുവിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയില്ലായിരുന്നു. അങ്ങനെ സിദ്ധു വളരെ കഷ്ടപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പാലിൽ കലക്കി കൊടുക്കുന്ന ആ മരുന്നിന്റെ സാമ്പിൾ എടുത്ത് അവിടെ നിന്ന് വരുന്നു. അടുത്ത സീനിൽ കോടതിയിൽ കേസ് ആരംഭിക്കുമ്പോൾ താര ജഡ്ജിക്ക് ആ മരുന്ന് പൊടിയുടെ സാമ്പിളുകൾ കാണിച്ച് അതുപോലെ ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങൾ പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതിൽ സിദ്ധു കൃപാകരനോട് മായ ശരിക്കും ബാത്റൂമിൽ എക്സ്ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പിടിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ കൃപാകർ, അങ്ങനെയൊന്നുമില്ല സർ. അവൾ ഫോണിൽ ഹോസ്റ്റലിനെയും സ്കൂളിനെയും കുറിച്ച് കൺഫെഷൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് ഫോൺ തട്ടിപ്പറിച്ച് പൊട്ടിച്ചു. മായ ശരിക്കും ഷർട്ട് ഊരി കാണിച്ചാൽ താൻ മിണ്ടാതിരിക്കുമോ? അതെല്ലാം വിക്ടർ സാർ സ്കൂളിന്റെ സൽപ്പേര് പോകാതിരിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കഥയാണ് എന്ന് സത്യമെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആ മരുന്ന് പൊടി പാലിൽ കലക്കി കൊടുക്കുന്നതും റെക്കോർഡായിട്ടുണ്ടാവും. അത് കണ്ട് വിക്ടറും അരുണും ഞെട്ടുന്നു. അപ്പോൾ താര വിക്ടറെ കൂട്ടിലേക്ക് വിളിച്ച്, സ്കൂൾ എന്നാൽ നിങ്ങൾക്കൊരു ബിസിനസ്സാണ്. യഥാർത്ഥത്തിൽ പ്രോവിജിലൻ എന്ന മരുന്നുള്ള പൊടി എന്തിനാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്ന് പറയൂ എന്ന് ചോദിക്കുന്നു. അതിന് വിക്ടർ, അതിൽ അങ്ങനെ ഒരു മരുന്നുണ്ടെന്ന് എനിക്കൊട്ടും അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കൊടുക്കുമായിരുന്നില്ല എന്ന് പറയുന്നു. അതെല്ലാം കേട്ട ജഡ്ജി, അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിൽ മറ്റു കുട്ടികൾക്കെല്ലാം ക്ലീൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ നൽകി എന്ന് ചോദിക്കുന്നു. അതിന് താര, ടെസ്റ്റിന് ഒരു ദിവസം മുമ്പ് സ്കൂളിൽ ആന്റി വൈറൽ ക്യാമ്പ് നടന്നു. അതിൽ മലേറിയ വാക്സിന് പകരമായി പ്രോവിജിലൻ മരുന്ന് ആന്റിഡോട്ട് നൽകി. കുട്ടികളുടെ മേൽ എന്ത് ഫലമുണ്ടായെന്ന് റിപ്പോർട്ടുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് ആ CCTV ദൃശ്യങ്ങളും കാണിക്കുന്നു. അതെല്ലാം കണ്ട ജഡ്ജി ദേഷ്യത്തോടെ, ഇതിന് നിങ്ങളുടെ മറുപടി എന്താണ് വിക്ടർ എന്ന് ചോദിക്കുന്നു. അതിന് വിക്ടർ, ഇതിൽ എന്റെ തെറ്റെന്താണ്? ഈ സമൂഹത്തിൽ മാതാപിതാക്കളെക്കാൾ വലിയ ക്രിമിനലുകൾ ഇല്ല. ഇവരാണ് എന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് 90% മാർക്ക് വരണം, 95% മാർക്ക് വരണം, 100% മാർക്ക് വരണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന നിലയിൽ എന്റെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിനെ എങ്ങനെയുള്ള ഗുണമേന്മയാണ് നൽകുന്നത് എന്നതാണ് എനിക്ക് പ്രധാനം. എങ്ങനെ നൽകുന്നു എന്നതല്ല. എന്റെ വിദ്യാർത്ഥികൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നു. അതിന് ജഡ്ജി, വിദ്യാഭ്യാസം എന്നത് ഔദാര്യമല്ല, സേവനമാണ് എന്ന് പറയുന്നു. അതിന് വിക്ടർ ചിരിച്ചുകൊണ്ട്, അങ്ങനെയെങ്കിൽ എല്ലാ സർക്കാർ സ്കൂളുകളും ഉള്ളപ്പോൾ അവിടെ നിങ്ങളുടെ കുട്ടികളെ ചേർക്കാതെ ഇവിടേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത്? എന്റെ സ്കൂളിൽ വരുന്ന മാർക്കും റാങ്കും കണ്ടിട്ടല്ലേ എന്ന് പറയുന്നു. അത് കേട്ട ജഡ്ജി ദേഷ്യത്തോടെ വിക്ടർ സ്കൂളുകൾ സീൽ ചെയ്യാനും വിക്ടറിന് 10 വർഷം ജയിൽ ശിക്ഷ വിധിക്കാനും ഉത്തരവിടുന്നു. അതുപോലെ മാതാപിതാക്കൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നു. പിന്നീട് മായയുടെ മാതാപിതാക്കൾ മായയുടെ ശരീരത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് എന്തെന്നാൽ യഥാർത്ഥത്തിൽ മുന്നേ താരയും രാമമൂർത്തിയും തങ്ങളുടെ മകനെ പോലെ അനുജനെ പോലെയാണ് കണ്ടിരുന്നത്. വിക്ടർ സ്കൂളിൽ മരിച്ചത് ഈ മുന്നയാണെന്ന് അറിഞ്ഞപ്പോൾ ഇരുവരും ഞെട്ടിപ്പോകുന്നു. സിനിമ അവസാനിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മാതാപിതാക്കൾ ക്രിമിനലുകളായി മാറരുത്. മാർക്ക് പോയാൽ വീണ്ടും നേടാം, പക്ഷെ കുട്ടികൾ പോയാൽ തിരികെ വരില്ല. ചിന്തിക്കുക എന്ന വാക്കുകളോടെ അവസാനിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? സിനിമ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.